അമേരിക്കൻ സൈന്യത്തിൽ ചേരാൻ ഇന്ത്യക്കാർക്ക് സാധിക്കുമോ? ഈ ചോദ്യം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ സജീവമായി ചർച്ച ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ട്രംപ് ഭരണകൂടം വിസാ നിയമങ്ങൾ കർശനമാക്കുകയും ചിലർ നിയമപരമായി അമേരിക്കൻ പൗരത്വം നേടാൻ മറ്റു വഴികൾ തേടുകയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഈ ചോദ്യം കൂടുതൽ പ്രസക്തമാകുന്നുണ്ട്. അമേരിക്കൻ മണ്ണിൽ കാലുകുത്താൻ സാധിക്കുമോ എന്നതിനപ്പുറം വിദേശികൾക്ക് US സൈന്യത്തിൽ ചേരാൻ നിയമപരമായി സാധിക്കുമോ എന്നും അങ്ങനെ സൈന്യത്തിൽ സേവിക്കുന്നത് പൗരത്വം നേടുന്നതിനുള്ള നടപടിക്രമങ്ങൾ വേഗത്തിലാക്കുമോ എന്നും പലരും അന്വേഷിക്കുന്നുണ്ട്. നിലവിലെ US കുടിയേറ്റ നിയമങ്ങൾ അനുസരിച്ച് വിദേശികൾക്ക് സൈന്യത്തിൽ ചേരാൻ ചില നിബന്ധനകളുണ്ട്. എന്നാൽ ചില പ്രത്യേക സാഹചര്യങ്ങളിൽ സൈനിക സേവനം വഴി പൗരത്വം നേടാൻ സാധിക്കും. ആർക്കൊക്കെ US സൈന്യത്തിൽ ചേരാമെന്ന് നോക്കാം. സാധാരണയായി US പൗരന്മാർക്കോ അല്ലെങ്കിൽ ഗ്രീൻ കാർഡ് ഉള്ളവർക്കോ മാത്രമേ US സൈന്യത്തിൽ ചേരാൻ സാധിക്കൂ. പ്രതിരോധ വകുപ്പിന്റെ നിയമങ്ങളിൽ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഫ്ലൈറ്റ് വിസ, വർക്ക് വിസ, ടൂറിസ്റ്റ് വിസ തുടങ്ങിയ താൽക്കാലിക വിസകളിലുള്ളവർക്കോ നിയമപരമായ രേഖകളില്ലാത്തവർക്കോ സൈന്യത്തിൽ ചേരാൻ കഴിയില്ല. സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ ആദ്യം സ്ഥിരം താമസക്കാരായിരിക്കണം. ഇതിന് ഒരു അപവാദം മിലിറ്ററി ആക്സഷൻസ് വൈറ്റൽ ടു ദി നാഷണൽ ഇൻട്രസ്റ്റ് എന്ന ഒരു പരിപാടിയായിരുന്നു. ഈ പരിപാടിയിലൂടെ പ്രത്യേക കഴിവുള്ള, ഉദാഹരണത്തിന് മെഡിക്കൽ രംഗത്തോ ഭാഷാപരമായ കഴിവുകളുള്ളവർക്ക് ഗ്രീൻ കാർഡ് ഇല്ലാതെ തന്നെ സൈന്യത്തിൽ ചേരാൻ സാധിച്ചിരുന്നു. കൂടാതെ അവർക്ക് വേഗത്തിൽ പൗരത്വം നേടാനും കഴിഞ്ഞിരുന്നു. എന്നാൽ ഈ പരിപാടി ഇപ്പോൾ നിർത്തിവെച്ചിരിക്കുകയാണ്. പുതിയ ആളുകളെ ഇതിലേക്ക് എടുക്കുന്നില്ല. കോമ്പാക്ട് ഓഫ് ഫ്രീ അസോസിയേഷൻ രാജ്യങ്ങളിലെ പൗരന്മാർക്ക് ചില പ്രത്യേക സൗകര്യങ്ങൾ ഉണ്ടെങ്കിലും അത് ഇന്ത്യക്കാരെ പോലുള്ള ഭൂരിഭാഗം വിദേശികൾക്കും ബാധകമല്ല. സ്ഥിരം താമസക്കാരായ വിദേശ സൈനികർക്ക് സാധാരണ പൗരന്മാരെക്കാൾ വേഗത്തിൽ US പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കും. ഇമിഗ്രേഷൻ ആൻഡ് നാഷണാലിറ്റി ആക്ടിന്റെ 328, 329 വകുപ്പുകൾ അനുസരിച്ച് US സായുധ സേനയിൽ നല്ല രീതിയിൽ സേവനമനുഷ്ഠിച്ച വിദേശ പൗരന്മാർക്ക് പൗരത്വം നേടാൻ പ്രത്യേക വ്യവസ്ഥകളുണ്ട്. ഉദാഹരണത്തിന് സമാധാന കാലത്തെ സേവനം. സ്ഥിരം താമസക്കാരായ ഒരാൾക്ക് കുറഞ്ഞത് 1 വർഷമെങ്കിലും നല്ല രീതിയിൽ സേവനം അനുഷ്ഠിച്ചാൽ പൗരത്വത്തിന് അപേക്ഷിക്കാം. പ്രത്യേക സാഹചര്യങ്ങളിലുള്ള സേവനം. US സെപ്റ്റംബർ 11 ആക്രമണത്തിന് ശേഷം ഒരു പ്രത്യേക സംഘർഷ കാലഘട്ടത്തിലാണ്. അതിനാൽ യോഗ്യതയുള്ള സൈനികർക്ക് സാധാരണയായി വേണ്ടത്ര കാലയളവ് താമസിക്കേണ്ട ആവശ്യകതകളോ ശാരീരിക സാന്നിധ്യമോ ഇല്ലാതെ തന്നെ ഉടൻ പൗരത്വത്തിന് അപേക്ഷിക്കാൻ സാധിക്കും. ഈ 2 സാഹചര്യങ്ങളിലും അപേക്ഷകർ നല്ല സ്വഭാവം കാണിക്കണം, ഇംഗ്ലീഷ് സംസാരിക്കാൻ അറിയണം, കൂടാതെ പൗരത്വ പരീക്ഷ പാസ്സാക്കണം. ചില ഇളവുകൾ ലഭിക്കുമെങ്കിലും ഈ നിബന്ധനകൾ പാലിക്കണം. എന്നാൽ അടുത്തിടെയുള്ള നയമാറ്റങ്ങൾ കാരണം സൈനികർക്കും മുൻ സൈനികർക്കും പൗരത്വ അപേക്ഷകളിൽ കൂടുതൽ പരിശോധനകൾ നേരിടേണ്ടി വരുന്നുണ്ട്. ഒരു വിദേശിക്കും അമേരിക്കയ്ക്ക് പുറത്തുനിന്ന് US സൈന്യത്തിൽ ചേരാൻ കഴിയില്ല. സൈന്യത്തിൽ ചേരാൻ ആഗ്രഹിക്കുന്നവർ അമേരിക്കയിൽ താമസിക്കുകയും സ്ഥിരതാമസക്കാരായിരിക്കുകയും വേണം. ഇപ്പോഴത്തെ കുടിയേറ്റ സാഹചര്യങ്ങളിലെ പ്രത്യാഘാതങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. നിലവിലെ ട്രംപ് ഭരണകൂടത്തിന്റെ കുടിയേറ്റ നയങ്ങൾ കാരണം നല്ല സ്വഭാവം പോലുള്ള കാര്യങ്ങളിൽ കൂടുതൽ കർശനമായ പരിശോധനകൾ നടക്കുന്നുണ്ട്. ഇത് സൈനിക സേവനം ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ള അപേക്ഷകർക്ക് കാര്യങ്ങൾ കൂടുതൽ ബുദ്ധിമുട്ടിലാക്കിയിട്ടുണ്ട്. ഉദാഹരണത്തിന് പ്രത്യയശാസ്ത്രപരമായ അനുയോജ്യത പോലുള്ള ഘട്ടങ്ങളിൽ കൂടുതൽ പരിശോധനകൾ നടക്കുന്നത് പൗരത്വ അപേക്ഷകളെ ബാധിക്കും. പ്രതിരോധ സെക്രട്ടറി പീറ്റ് ഹെക്സത്തും സൈന്യത്തിലെ വൈവിധ്യം, തുല്യത, ഉൾക്കൊള്ളൽ എന്നിവയുടെ സാന്നിധ്യത്തെക്കുറിച്ച് കർശന നിലപാട് എടുത്തിട്ടുണ്ട്. ചുരുക്കത്തിൽ അമേരിക്കൻ സൈന്യത്തിൽ ചേരാൻ ഇന്ത്യക്കാർക്ക് നേരിട്ട് സാധ്യമല്ല. എന്നാൽ സ്ഥിരം താമസക്കാരായി അമേരിക്കയിലെത്തി പിന്നീട് സൈന്യത്തിൽ നല്ല രീതിയിൽ സേവനമനുഷ്ഠിച്ചാൽ പൗരത്വം നേടാൻ സാധ്യതയുണ്ട്. നിലവിലെ സാഹചര്യങ്ങൾ കാരണം ഈ പ്രക്രിയ കൂടുതൽ സങ്കീർണമായിരിക്കാം.